ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അതിനായിട്ട് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ശർക്കരയൊക്കെ പൊടിച്ചല്ലേ ചേർത്തത്, പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് അരിച്ച ശേഷം വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുതേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. ഞാനിവിടെ 1/4 കപ്പ് വെള്ള അവലാണ് കേട്ടോ ചേർക്കുന്നത്. വെള്ള അവൽ തന്നെ വേണമെന്നില്ല, മട്ടയവലൊക്കെ കിട്ടില്ലേ, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ റോസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ തന്നെ മതിയാകും. ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഴമാണ്. ഞാൻ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഈ പഴമൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. 1-2 മിനിറ്റൊക്കെ തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയിലെ അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളി ഉപ്പും നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ 1-2 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ പഴമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പഴമൊക്കെ വെന്തിട്ടില്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്നത് ഉടച്ചു കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇത്രയും ആയാൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് കൈ വെച്ചിട്ടും നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ നെയ്യ് ചേർക്കണില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് വലുതും ചെറുതും ഒക്കെ ആക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പക്ഷേ ഇതിന് ഒരു കോട്ടിങ് കൂടെ കൊടുക്കണുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 നുള്ളി ഉപ്പും നമ്മുടെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നല്ലൊരു മഞ്ഞ കളർ കൂടെ കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവും കിട്ടേണ്ടത്. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ നേരം ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നമ്മളിങ്ങനെ അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ഈ ഒരു മാവിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കണത്. ഈ ഒരു മാവ് തന്നെ വേണമെന്നില്ല, ദോശമാവിൽ ഡിപ്പ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഓരോന്നായിട്ട് ഈ ഒരു മാവിൽ മുക്കിയെടുത്ത ശേഷം നല്ല ചൂടായി കിടക്കണ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. നമുക്കിതിൻ്റെ അകമൊന്നും കാര്യമായിട്ട് വെന്ത് കിട്ടാനായിട്ടില്ലല്ലോ, പുറം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. അവലും തേങ്ങയും പഴമൊക്കെ ചേരുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കില്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്